മിസ്റ്റർ ജോയിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. അദ്ദേഹത്തിന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വ്യക്തിയാണ്. വാൽക്കണ്ണാടിയിലൂടെ തുടങ്ങി പിന്നെ ഒരുപാട്, അദ്ദേഹം തന്നെ പറഞ്ഞ പോലെ ഒരുപാട് 21ഓളം ടി വി ഷോകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് എല്ലാവർക്കും കൂടി വീണ്ടും അടിച്ചു വിളിക്കാം. താങ്ക് യു. സത്യം പറഞ്ഞാൽ നിങ്ങളെല്ലാവരും മലയാളത്തിൽ നിന്ന് ബോളിവുഡിലെത്തിയിരിക്കുന്ന നിമിഷമാണ്. നല്ല ബോളിവുഡിലെ കളർഫുൾ ഡാൻസും ഒക്കെ കണ്ടിട്ട് ഞാൻ വീണ്ടും വന്ന് എന്ത് ചെയ്യും എന്നുള്ള ടെൻഷൻ എനിക്കുണ്ട്. പിന്നെ രണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എൻ്റെ കയ്യിൽ കുറച്ച് എക്സൈറ്റ്മെൻറ്റ്സിലുള്ള വൺ ഈസ് ഡ്രാമ. അതിനകത്ത് ഒരു രാജാവും ഒരു രാജ്ഞിയും ഒരു രാജകുമാരിയും ഒരു മന്ത്രിയും ഒരു ഭൃത്യനും, അങ്ങനെ 5 പേരാണ് വേണ്ടത്. അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് മസ്റ്റായിട്ട് 2 വനിതാ രത്നങ്ങളെ വേണം. അത് ഞാൻ ഇവിടെ പുരുഷന്മാരാണ് കൂടുതലുള്ളതുകൊണ്ട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അത് വരുവാൻ തയ്യാറുണ്ടെങ്കിൽ മാത്രം അത് ചെയ്യാം, അതല്ലെങ്കിൽ മറ്റൊരിലേക്ക് പോകാം. അപ്പോൾ സ്ത്രീകളുടെ, കാരണം സ്ത്രീയുടെ പ്രാതിനിധ്യം ചിലയിടത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 1000 പുരുഷന് 1 സ്ത്രീ മതി എന്നാ പറയുന്നത്. 32 വർഷമായിട്ട് ഒരു പുരുഷനെ അമ്മ ബുദ്ധിമാനായിട്ട് വളർത്തുന്നു, 3 ദിവസം കൊണ്ട് ഭാര്യ അവനെ മണ്ടനാക്കുന്നു എന്നാണ് കഥ. അപ്പോൾ സ്ത്രീകൾ 3 പേരിവിടെ ഉണ്ട്. നിങ്ങൾക്കിത് പഴയ കോളേജിലെ ഒരു സ്പോർട്സ് മാൻ സ്പിരിറ്റിൽ എടുക്കാൻ പറ്റുമെങ്കിൽ ഇന്നിവിടെ എത്തിയിരിക്കുന്ന നിങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല ഒരു വിരുന്നായിരിക്കും അത്. കാരണം ഒരു ടെൻഷനും ഇല്ലാതെ ഒരു നാടകത്തിൽ അഭിനയിക്കാൻ പറ്റുക, വിത്ത് മ്യൂസിക്, വിത്ത് കോസ്റ്റ്യൂം, വിത്ത് ഡയലോഗ്സ്. പക്ഷേ റിഹേഴ്സലിൻ്റെ ആവശ്യമില്ല. ഇറ്റ്സ് എ ന്യൂ കോൺസെപ്റ്റ്. ദിസ് ഇസ് നോൺ ആസ് കമാൻഡിങ് ഡ്രാമ എന്നാണ് പറയുക. ഇത് ഒരു പരീക്ഷണം കൂടിയാണ്. പരീക്ഷണം വിജയിച്ച പരീക്ഷണമാണ്. ആകെ സ്റ്റേജിൽ വരുവാനുള്ള ഒരു മനസ്സ് മാത്രം മതി. അഭിനയം പഠിക്കണമെന്നൊന്നുമില്ല. നമ്മൾ ജഗദീഷ് ശ്രീകുമാറിനെ കൊണ്ടുവന്ന് നവരത്നങ്ങൾ പഠിപ്പിക്കുന്നൊന്നുമില്ല. അപ്പം ഞാൻ പുരുഷന്മാർ 4 പേർ റെഡിയാണ്. നിങ്ങൾ 3 പേർ തയ്യാറാവുമെങ്കിൽ, 2 പേർ തയ്യാറാവുമെങ്കിൽ ഒരു രസമായി. ഞാൻ നിർബന്ധിക്കുന്നില്ല, കാരണം നിങ്ങളുടെ ഇഷ്ടമാണത്. പക്ഷേ ഞാൻ പറയുന്നു, ഇറ്റ്സ് എൻ അമേസിങ് ഇവൻ. ആ നിമിഷങ്ങൾ കയറാൻ കെട്ടിക്കഴിഞ്ഞാൽ എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു കഴിഞ്ഞു, ഞാൻ ആ പരിപാടിയില്ല. ഇനി നിങ്ങൾ എനിക്ക് 2 കോടി രൂപ തരാമെന്ന് പറഞ്ഞാൽ ഞാൻ സ്റ്റേജ് കയറില്ല. അവശേഷിക്കുന്നത് അവാർഡ് വിന്നറായ പ്രിയപ്പെട്ട മാമും ആണ്. ഇല്ല, സാരമില്ല, ഞാൻ നിർബന്ധിക്കുന്നില്ല. കാരണം സ്ത്രീകൾ കുറഞ്ഞ ഈ സദസ്സിൽ അവരെ വിളിക്കുന്നത് ശരിയല്ല. പക്ഷേ ഞാൻ അതിന് പകരമായിട്ട് നിങ്ങളുടെ കൂട്ടത്തിലെ ഒരു 4 ആൾക്കാരെ വിളിക്കുകയാണ്. നാടകം ഞാൻ മാറ്റുകയാണ്. ഒരുപക്ഷെ എനിക്ക് വിഷമമുണ്ട്, കാരണം അത് നല്ല സംഭവമായിരുന്നു ഇവിടെ ലേഡീസിൻ്റെ ഒരു കുറവ് മൂലം. അപ്പോൾ നമുക്കൊരു 4 ചെറുപ്പക്കാരെ അല്ലെങ്കിൽ പ്രായമായവരെ ഞാൻ കാറ്റഗറൈസ് ചെയ്യുന്നില്ല. ടിറ്റുവിൻ്റെ നേതൃത്വത്തിൽ ഒരു 4 പേര് സ്റ്റേജിലേക്ക് വരൂ. ഒരു സംഭവം പറഞ്ഞുതരാം. ഇതൊരു ആക്ടിവിറ്റി ഗെയിമാണ്, വേറെ പണിയൊന്നുമില്ല. 1 and 2nd person ഒരു ചെയറും എടുത്തോണ്ട് പോരൂ. ഒരു 4 പേര് വന്നിട്ടെ. യെസ്, കമോൺ. ആൻഡ് ചിറ്റപ്പൻ്റെ മുന്നിൽ വരാമല്ലോ, വരൂ. ഇനി ആർക്കും വരാം, അതൊരു ആക്ടിവിറ്റിയാണ്. വരൂ, ഇരുന്നോളൂ. ഒരാളുടെ വരുമോ? ഇരിക്കൂ. ഇവിടെയാണ് നമ്മളുടെ DJ പെർഫോമൻസിന്റെ നല്ല മ്യൂസിക് ഒക്കെ വേണ്ടി വരും. ഒരാളുടെ ഉണ്ടോ? ഒരാളുടെ രസമായിരിക്കും. ഒരാളുടെ ആർക്കും വരാം. ഒരു രസം വരുന്നില്ല? ഇല്ല, ശരി. 3 പേരെയും ഞാനൊന്ന് ഔദ്യോഗികമായിട്ട് പരിചയപ്പെടുന്നു. നേരത്തെ പരിചയപ്പെട്ടിരുന്നെങ്കിലും ഒന്നുകൂടെ. വാസുദേവ്ജി പ്രഭു അവിവാഹിതനാണ്. അനുരൂപരായിട്ടുള്ള വധുവിനെ ക്ഷണിക്കാൻ സമയമായോ? എത്ര വയസ്സായി? 21. ജീവിതത്തിൽ ഇന്ന് ഇവർ അഭിനയിച്ചിട്ടുണ്ടോ? ഇല്ല. കള്ളം. ഒരു പുരുഷൻ ലൈഫിൽ അഭിനയിക്കാതിരിക്കാൻ പറ്റില്ല. നമ്മൾ അഭിനയം തുടങ്ങുന്ന അമ്മയെടുത്താണ്. അമ്മ എനിക്ക് എന്ത് ഇഷ്ടമാണോ എന്ന് പറഞ്ഞാൽ പണ്ടത്തെ അർത്ഥം, അമ്മ ഞാൻ ഇന്ന് സ്കൂളിൽ പോകുന്നില്ല. അപ്പൊ അമ്മ എന്ന് പറയും, ഇന്ന് സ്കൂളിൽ പോകണ്ടാ. ഒരു 18 വയസ്സാകുമ്പോൾ, അല്ലെങ്കിൽ ഒരു 16-17 വയസ്സാകുമ്പോൾ, അമ്മ എനിക്ക് എന്ത് ഇഷ്ടമാണോ? അപ്പൊ അമ്മ പറയും, ബൈക്ക് മേടിക്കാൻ സമയമായിട്ടില്ല. ഒരു 22 വയസ്സാകുമ്പോൾ
അമ്മേ എനിക്ക് അമ്മയെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എന്താ അവളുടെ പേര് എന്നായിരിക്കും അടുത്ത ചോദ്യം. അമ്മയ്ക്കൊരു 65-70 വയസ്സാകുമ്പോൾ നമ്മൾ ചൊല്ലും, അമ്മേ എനിക്ക് എന്ത് ഇഷ്ടമാണെന്നറിയും, എൻ്റെ പൊന്നമ്മയാ. അപ്പോൾ അമ്മ പറയും, സമയമായില്ലടാ, എഴുതി തരാൻ സമയമായില്ല. നമ്മളൊക്കെ അഭിനേതാക്കളാണ്. ഷേക്സ്പിയർ പറഞ്ഞിട്ടുണ്ട്, ഓൾ ദ വേൾഡ് ഇസ് എ സ്റ്റേജ്, ഓൾ മെൻസ് ആൻഡ് വുമൻസ് ആർ ആക്ടേഴ്സ് ആൻഡ് ആക്ട്രസസ്. കറക്റ്റാണ്, നമ്മളൊക്കെ അഭിനയിക്കുന്നുണ്ട്. സിനിമയിൽ നമ്മൾ അഭിനയിച്ച് കാണത്തില്ല അല്ലേ? ടിറ്റു അങ്ങനെയല്ല. ടിറ്റു ന്യൂ ജനറേഷന്റെ കറക്റ്റ് സാധനമാണ്. വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഷാജി ഇങ്ങനെ മുടി വളർത്തിയപ്പോൾ അതിന് നാട്ടുകാരെ വിളിച്ചത് കറണ്ട് അടിച്ച ഷാജി എന്നാണ്. ഇന്ന് അതിന്റെ പേര് സ്പൈക്ക് എന്നാണ് അല്ലേ ടിറ്റു? ഇല്ല, ഇത് സ്റ്റൈലല്ലേ, ഇത് എനിക്ക് പറ്റാത്ത സാധനമാണ്. എൻ്റെ മുടി അങ്ങനെ വെച്ചാൽ കറണ്ട് അടിച്ചിരിക്കും. അപ്പൊ ടിറ്റു ജീവിതത്തിൽ അഭിനയിച്ചിട്ടുണ്ടോ? കോളേജിൽ ലീവൊക്കെ ആവശ്യത്തിന് വേണ്ടി അങ്ങനെ വേണം. ടിറ്റുവിന്റെ ഒരു ആറ്റിറ്റ്യൂഡ് ഭയങ്കര രസമാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ആറ്റിറ്റ്യൂഡാണ്. വളരെ എനർജറ്റിക് ആയിട്ടുള്ള ജെന്റിൽമാൻ ജീവിതത്തിൽ അഭിനയിച്ചിട്ടുണ്ടോ? ഉണ്ട്. ഓക്കെ. സിനിമയിൽ പറയാറുണ്ട്, സിനിമയിൽ അഭിനയിക്കുക എന്ന് പറയുന്നത് ഒരു കഴിവാണ്. അതായത് ഇല്ലാത്ത ഒരു സംഭവത്തെ നോക്കി അഭിനയിക്കാൻ കഴിയാന്ന് പറയും. നിങ്ങൾക്ക് അഭിനയിക്കാൻ ഒരു ചാൻസ് ഞാൻ തരികയാണ്, ഒരു ആക്ടിവിറ്റിയിലൂടെ. ഇത് നമുക്കറിയാലോ. ഈ സാധനത്തെക്കുറിച്ച് വല്ല ചിന്തയുണ്ടോ? പണ്ട് സ്കൂളിന്റെ തൊട്ടപ്പുറത്ത് 5 പൈസയ്ക്ക് നാരങ്ങാ മിഠായി കിട്ടുമ്പോൾ 5 പൈസയ്ക്ക് 5 കിട്ടിയിരുന്ന സാധനം ഉപ്പ് ബിസ്ക്കറ്റ് എന്ന് പറയും, സോൾട്ട് ബിസ്ക്കറ്റ്. കൂടുതൽ കിട്ടുന്നു എന്നുള്ളതായിരുന്നു അന്നത്തെ ഇതിന്റെ വിജയം. ഇത് വെച്ചിട്ട് ഞാൻ നിങ്ങളെ അഭിനയം പഠിപ്പിക്കാൻ പോവാണ്. ഇതൊരു മത്സരം കൂടിയാണ്, അത് പ്രത്യേകം ഓർക്കണം. ഫ്രഷാണ്, ഉറുമ്പൊടിയൊന്നും വീണിട്ടില്ല. ഓക്കെ, അഭിനയം ഇതാണ്. ഞാൻ നിങ്ങൾക്ക് ഇതിലെ സാധാരണ 2 പേര് കൊണ്ടുവന്നവനോട് ഒറ്റയ്ക്ക് ചെയ്യേണ്ടി വരുന്നുണ്ട്. ഈ ഒരു സാധനം ഞാൻ നിങ്ങളുടെ നെറ്റിയിൽ വെക്കും. ഓക്കെ, താഴെ പോകാതെ അത് നിങ്ങളുടെ എന്താണ് മൗത്തിൽ എത്തണം എന്നുള്ളതാണ്. DJ റെഡിയാണല്ലോ? അഭിനയം മോനെ, ഇത് എടുത്തില്ലെങ്കിൽ ഈ സാധനം ഒരു ഏണിയായിട്ട് മാറും. അത് പോകുമല്ലോ, കണ്ണാടി പറ്റുമോ ആദ്യം. അപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് ഇവരുടെ അഭിനയം, അതായത് ഫേഷ്യൽ എക്സ്പ്രഷൻസ് ആണ് ഇതിൽ പ്രധാനപ്പെട്ട ഘടകം. പ്രത്യേകം ശ്രദ്ധിക്കുന്നത് കുറഞ്ഞ കാര്യമില്ല. ഇതിൽ ടിറ്റുവിനായിരിക്കും ഏറ്റവും കൂടുതൽ പാട്, കാരണം മാങ്ങാണ്ടി കണക്കിരിക്കുകയാണ് മുഖം. ബാക്കി 2 പേരുടെയും നല്ല വണ്ണം ഉള്ളതാണ്. മോഹൻലാലിന്റെ മുഖമാണ് ടിറ്റുവിന്. അപ്പൊ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീതിയുള്ള ആൾക്കാരൊക്കെ കഥകളി കൊണ്ട് ഇങ്ങനെയൊക്കെ കാണിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തെത്താം. പക്ഷേ ടിറ്റു ശ്രദ്ധിക്കണം, മീശയുള്ളവരും ശ്രദ്ധിക്കണം. കാരണം മീശയ്ക്ക് ഒരു കുഴപ്പമുണ്ട്, ആക്ഷൻ റിയാക്ഷൻ ഉണ്ട്, വന്നു വീണാൽ തിരിച്ചടിച്ചു കളയും. അപ്പൊ റെഡി, 1 DJ റെഡി, 1 2 3 സ്റ്റാർട്ട്. കം ഓൺ. ഇതാ കണ്ടില്ലേ മാള അരവിന്ദൻ ടിറ്റു ചെയ്യുന്നത്. തൊട്ടപ്പുറത്ത് ഇന്നസെന്റിന്റെ ഫേസ് എക്സ്പ്രഷൻ വരുന്നുണ്ട്. ഇതാ സൂക്ഷിച്ച്, താഴെ പോകരുത്, മൈനസ് മാർക്ക്. അദ്ദേഹം വളരെ സൂക്ഷിച്ച്, ഒരെണ്ണമെങ്കിലും ഒരെണ്ണം. ഓക്കെ, ഒരെണ്ണം പോയി. വളരെ ശാന്തമായ കഥകളിയുടെ ഭാവത്തോടു കൂടിയാണ് ടിറ്റുവിന്റെ വിരൽ പിടിച്ച്. 2ാമതും പോയി, 3ഉം പോയി. സൂക്ഷിച്ച് സൂക്ഷിച്ച്, ഒരെണ്ണം വിട്ടാൽ മതി, ഒരെണ്ണം സൂക്ഷിച്ച്. എങ്ങനെ വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം. ഒന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചു കൊടുക്കാം. പോയി. ബുദ്ധിപൂർവ്വം കരക്കൽ നീക്കൂ, ബുദ്ധിപൂർവ്വം പതുക്കെ പതുക്കെ. അത് ശരി, പുള്ളി ഉറങ്ങിപ്പോയോ? ഇല്ല ഇല്ല, ബിസ്ക്കറ്റ് താഴെ കളയുന്ന മത്സരമല്ല ഇത്. സൂക്ഷിച്ചു വെച്ചോളൂ. ഇതൊരു ചലഞ്ചായിട്ട് എടുക്കൂ. ഈ മത്സരം കുമരകത്തൊരു കള്ള് ഷാപ്പിലാണ് ആദ്യമായിട്ട് നടത്തിയത്. അതെ, എന്റെ കർത്താവേ, ഫുഡ് വേസ്റ്റ്. വെച്ചോളൂ. ഒരെണ്ണം ഇടാൻ പറഞ്ഞത്, ഒരെണ്ണം. എത്ര സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണെന്നറിയോ? അദ്ദേഹം സ്വയം ആലോചിക്കുകയാണ്, തലയെ കുലുക്കി. 7 മൈനസ് ബി ഹോൾ സ്ക്വയർ. ചെയ്തോളൂ ചെയ്തോളൂ, പറ്റും പറ്റും. യെസ്, കം ഓൺ. തല കുറച്ചുകൂടി അഡ്ജസ്റ്റ് ചെയ്ത് പിടിക്കുക. ഈ അവസ്ഥയിൽ ടിറ്റുവിന്റെ വീട്ടുകാർ കണ്ടാൽ ഭ്രാന്ത് പിടിച്ചോ എന്ന് സംശയം ഉണ്ടാവും. ഓക്കെ, വാ വെച്ചിരിക്കുന്നത് തുറന്ന് കഴിക്കാൻ വേണ്ടിയാണ്. സൂക്ഷിച്ച്, കം ഓൺ. ഒരെണ്ണം എടുത്തു. ഓക്കെ, ഒരു നല്ല കൈ കൊടുക്കൂ. അതാണ് ബുദ്ധിപൂർവ്വം. ഇപ്പൊ പിന്നെ റെഡി, പതുക്കെ പതുക്കെ. എക്സ്പ്രഷൻ എക്സ്പ്രഷൻ. ഒരു ബിസ്ക്കറ്റ് പിടിക്കാൻ മേത്ത് താനാണോ നല്ല കല്യാണം കഴിക്കാൻ പോകുന്നത്? കം ഓൺ. സൂക്ഷിച്ച്. ഇവിടെ ഐഡിയ കിട്ടി കഴിഞ്ഞു. സാരമില്ല, പോട്ടെ, സാരമില്ല. സൂക്ഷിച്ച് സൂക്ഷിച്ച്. കൈ ഇടിച്ചു കൊടുക്കാം.
ടിറ്റുവിന്റെ മുഖത്തിന്റെ പ്രശ്നമാണ്, വല്ലതും കഴിക്കണം. യെസ്, സൂക്ഷിച്ച് സൂക്ഷിച്ച്. Come on. ആ. നമുക്ക് ദൈവം നാക്ക് തന്നിരിക്കുന്നത് തടയിടുവാൻ കൂടിയാണ്. ബുദ്ധിപൂർവ്വം പ്രയോഗിക്കും, ബുദ്ധിപൂർവ്വം. നിനക്ക് മിക്കാറും അവാർഡ് വേറെ വരേണ്ടി വരും. Come on. ഒന്ന് കൈയടിച്ചു കൊടുക്കാൻ കേട്ടോ. തല ഇങ്ങനെ പിടിക്കും. പതുക്കെ. യെസ് come on. പതുക്കെ വിട്. യെസ് ഈശ്വര. യെസ് വിടരുത്. ഇതൊക്കെ ഫോട്ടോ എടുത്ത് നോക്കുന്നുണ്ടല്ലോ. ബിസ്ക്കറ്റ് ഒഴിവാക്കിയേക്കണം. യെസ് come on. അയ്യടിച്ചു കൊടുക്കാൻ ഇത് വീഴും. ഇറങ്ങട്ടെ. ഇവിടെ നോക്കൂ. വീഴും. ഇപ്പൊ ഈക്വലാണ്. അപ്പുറത്തൊരാൾ വീഴ്ത്തി കഴിഞ്ഞു. യെസ് ഒരെണ്ണം Come on. വരട്ടിക്കൊണ്ട്. ഇവിടെ എന്നെ ഉടക്കിയിരിക്കണം സ്റ്റിക്കായോടെ. പതുക്കെ കുളിക്കോ. വരട്ടെ. അതന്നെ ഒരു ബിസ്ക്കറ്റ് നമ്മുടെ ലൈഫിൽ ഇത്രയ്ക്ക് പ്രശ്നം ഉണ്ടാകുന്നത് മനസ്സിലായില്ലേ? ഇപ്പോൾ 1-1 പോയിന്റ് ആണ്. 1-1-0 1-1-0 ഇരിക്കുകയാണ്. ടിൻഡു മോൻ ആകരുത്. ഓക്കെ, ഇതാ ഒരു ബിസ്ക്കറ്റ് ഇവിടെ, ഒരു ഫേസ് എക്സ്പ്രഷൻ. ഇന്നസെന്റ് എക്സ്പ്രഷൻ ഇട്ട് നോക്കൂ, അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കൂ. ഒട്ടിപ്പോയി. അനക്ക് നിസാരമായ ഒരു ബിസ്ക്കറ്റ് നനക്കാൻ പറ്റത്തില്ലേ? എക്സ്പ്രഷൻ, കഥകളിലെ കരുണം, വീരം. ലാസ്റ്റ് ആണിത്. ഓക്കെ, ഉമ്മൻചാണ്ടി ഓപ്പ. അവിടെ മറ്റേ മന്ത്രി കോപ്പ. റബ്ബർ മാത്രം കോപ്പല്ല. അതാവരുത്. നമ്മൾ ശ്രമിക്കണം. പക്ഷേ ഇതിന്റെ ഫോട്ടോസ് തീർച്ചയായിട്ടും നിങ്ങൾ മേടിച്ചോണം. ഭയങ്കര സംഭവമായിരിക്കും. അപ്പൊ എന്തായാലും വിന്നർ, ഇതിൽ ആകെയുള്ളൊരു ബുദ്ധി മാത്രം പ്രയോഗിച്ചാൽ ഇനിയെങ്കിലും പറഞ്ഞു തരാം. ഇത് ശരിക്കും പറഞ്ഞാൽ അത്യാവശ്യം ഗാംബ്ലിംഗ് നടത്തുന്ന സാധനമാണ്. ഇത് ഇങ്ങനെ പിടിക്കുക. ഫേസ് നിങ്ങളെ ഇങ്ങനെയാണ് പിടിച്ചത്. ഈ പൊസിഷനിൽ പിടിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക, നടക്കും. ഇദ്ദേഹം ആ ട്രിക്ക് കിട്ടി. ഇദ്ദേഹത്തിന് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഇദ്ദേഹത്തിൻ്റെ മീശയാണ്. പക്ഷേ ഈ മത്സരത്തിൽ മീശയാണ് പ്രശ്നം ഉണ്ടാക്കിയത്. ഓക്കെ, താങ്ക് യു. അപ്പോൾ എനിക്ക് ഒരു സെഷൻ കൂടെ ഉണ്ട്. എനിക്ക് നാടകം നടത്താൻ പറ്റുന്ന വിഷമമുണ്ട്. സ്ത്രീകൾ ഇതിലേക്ക് വരുത്താൻ പറ്റുമോ? എനിക്ക് തന്നെ പാടാണ്. ഇങ്ങനെ വീഴ്ത്തുക. കാരണം എനിക്ക് ടെൻഷനായി, അതാണ് പ്രശ്നം. ടെൻഷൻ ഇല്ലാതെ ചെയ്താൽ വീഴും. എനിക്ക് എൻ്റെ പണിയായോ? ഏതാണ് എനിക്ക് ടെൻഷനായി? ഒന്ന് ട്രൈ ചെയ്ത് നോക്കെ. ടെൻഷൻ വേണ്ട, എഴുന്നേറ്റ് നിന്നിട്ട്. അത്രയില്ല, സിമ്പിൾ. ഇല്ല, ഞാൻ കാണിച്ചത് ഇങ്ങനെ പിടിക്കുക. ഒരു ചെറിയ നാക്ക് മതി. ധൈര്യപൂർവ്വം. സിമ്പിൾ. പുലിവാലായി. മൈ മിസ്റ്റേക്ക്. ശരിക്കും ഒരു ട്രിക്കാണത്. എത്രയാണ് തമ്മിൽ പിടിച്ചത്? അത്രേ ഉള്ളൂ. അതാണ് ബുദ്ധി.
അതാണ് മലയാളി. ഒന്ന് ട്രൈ ചെയ്യൂ. അതെ, തിരിച്ചോണ്ടിരിക്കാൻ ആർക്കും പറ്റും. ഒന്ന് ട്രൈ ചെയ്യൂ. ഓക്കെ, ഒന്ന് കൈയടിച്ചു കൊടുക്കുക. പ്രോത്സാഹനം പോരാ, അതെങ്കിലേ അവർക്ക് ഒരു ഊർജ്ജം ഉണ്ടാകത്തുള്ളൂ. ആ, ടെന്നീസ് കളിക്കാനല്ല പറഞ്ഞത്. ആ, ഇത് കോപ്പ. സിമ്പിൾ. ഇതിങ്ങനെ പിടിക്കുക. എപ്പോഴും ഓർക്കുക, ഹാഫ് ഇങ്ങനെ പൊസിഷൻ കിട്ടിയെങ്കിലേ വീഴുള്ളൂ. ആ പൊസിഷനിലേക്ക് ഇത് എത്തിച്ചാൽ സിമ്പിളാണ്. ആ ഇത്രയും ഗ്യാപ്പിൽ അങ്ങോട്ട് പോകുക. സോറി, എന്റെ ഭാഗത്ത് അറ്റംപ്റ്റെങ്കിലും ഉണ്ട്. അജിതയ്ക്ക് ഇത് ഭംഗിയായിട്ട് അറിയാം. അജിത തിരിഞ്ഞു നിന്ന്. പറ്റില്ല. ബൈബിളിൽ ദാവീദിന്റെ കഥ വായിച്ചിട്ടുണ്ടോ? ചിലന്തി വലയുടെ കഥ അറിയോ? ചിലന്തി സ്പൈഡർ നെറ്റിന്റെ കഥ അറിയോ? ഒരു സ്പൈഡർ എത്ര നേരം കൊണ്ടാണ് ആ നെറ്റ് ഉണ്ടാക്കുന്നത്? എത്ര വേണമെങ്കിലും ആകാം. അത് കറക്റ്റ് ആവുന്നവരെ. യു ആർ റൈറ്റ്. അങ്ങനെ വേണമെന്നാണ് പറയപ്പെടുന്നത്, അല്ലേ? ഒരു യെസ്, ആ ട്രൈ ചെയ്യാനുള്ള മനസ്സാണ്. എഴുന്നേറ്റ് വന്നിട്ട് ആരെ മൈൻഡ് ചെയ്യരുത്. ആ ടെൻഷനാണ് നമ്മളൊക്കെ അത് ഉണ്ടാക്കുന്നത്. എനിക്കും അതാണ് പറ്റിയത്. നിങ്ങളുടെ മുന്നിൽ ഞാൻ നാറുമോ എന്ന ടെൻഷൻ എനിക്കുണ്ട്. ആ, ബുദ്ധിയനെ ബുദ്ധിയനെ. സത്യം പറഞ്ഞാൽ ഇത് കണ്ടുപിടിച്ചാണല്ലേ ഉണ്ടല്ലോ. പറയാൻ സമ്മതിച്ചു. പാടില്ല. അതങ്ങോട്ട് ഇടുമ്പോൾ ഒരു സുഖമുണ്ടേ. സുഖത്തെ കുറിച്ചിട്ട് ഓഷോ പറഞ്ഞൊരു കഥ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. സുഖം കിട്ടുവാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ കാലിൻ്റെ ഫീറ്റ് 7 ആണെങ്കിൽ 6 ഫീറ്റുള്ള ഒരു ചെരുപ്പ് ഈ ചപ്പൽ കാലിൽ നിന്ന് ഊരുക. അപ്പോൾ കിട്ടുന്നതാണ് കറക്റ്റ് പറഞ്ഞാൽ ദ പ്ലഷർ. അത് വെറുതെ പറഞ്ഞല്ല. മോഹൻലാലിന്റെ മോഹനോട് BMW സുഖം പറഞ്ഞാൽ പുള്ളിക്ക് അറിയാൻ പറ്റില്ല. കാരണം പുള്ളി ജനിച്ചപ്പോഴും നടക്കുന്നതിനകത്താണ്. പക്ഷെ കൂലിപ്പണിക്കാരൻ കൂലി ഒരു മാരുതി 800 മേടിച്ചാൽ പുള്ളിക്ക് അറിയാൻ സുഖം. നടന്ന് നടപ്പെടുവായിട്ട്. അതാണ് സുഖം. എന്തായി ന്യൂ ജനറേഷൻ? ട്രൈ, കമോൺ. ആ, ഒറ്റയടിക്കിട്ട 100 രൂപ ഇപ്പൊ തരിക. വേണേ 1000 ആവാം. സോറി പറയരുത്. ലൈഫിൽ ഒന്നിനോട് സോറി പറയരുത്. കമോൺ. ആ, സിമ്പിൾ അല്ലേ? ഒന്നുമില്ലല്ലോ. അതാണ് യു ഹാവ് ആറ്റിറ്റ്യൂഡ്. ഓക്കെ, അതാണ് പറഞ്ഞത്, ആറ്റിറ്റ്യൂഡ്. വരൂ. അതാണ് ഇൻസ്പിറേഷൻ. മറ്റൊരാൾ ചെയ്യുമ്പോൾ നമുക്ക് ഇൻസ്പിറേഷൻ കൂടും. കമോൺ. ബുദ്ധി ബിസിനസ് ആശയമാണ്. തരാ, 1 ഇട്ടത് 5 പ്രാവശ്യം എടുത്തില്ലേ? ഞാൻ 100 ഇട്ട്, പിന്നെ 100 ഇട്. ബുദ്ധി ബുദ്ധി ബുദ്ധി. ആ, നടി കുങ്കിലേക്ക് പണമുണ്ട്, സമാധാനമില്ല. നമ്മുടെ പണിക്കാരൻ ഗോപിക്ക് സമാധാനമുണ്ട്, പക്ഷേ പണമില്ല. ബിസിനസ്സുകാരൻ പെരുവയ്ക്ക് പണമുണ്ട്, പക്ഷെ ആരോഗ്യമില്ല. നമ്മുടെ IT കാരന് ആരോഗ്യമുണ്ട്, പക്ഷേ ചാൻസ് ഇല്ല. അങ്ങനെ നമുക്ക് ഇതെല്ലാം ഒത്തുവരുന്ന ദിവസം ഉണ്ടാവും, പണവും ആരോഗ്യവും ഒക്കെ. പക്ഷെ നമുക്കന്ന് ജീവൻ ഉണ്ടാവില്ല. അപ്പോൾ ഒന്നിനു വേണ്ടി കാത്തിരിക്കാതെ വല്ലപ്പോഴെങ്കിലും ഒന്നിച്ചു കൂടുക. പഴയ കുസൃതികൾ ഓർക്കുക. നൊസ്റ്റാൾജിയയിലേക്ക് തിരിച്ചു പോവുക. നിങ്ങൾക്ക് സമാധാനം ഉണ്ടാവും. ഈ ലോകത്ത് ആർക്കും സമാധാനം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം മമ്മൂട്ടിക്ക് അമിതാഭ് ബച്ചൻ ആവാനുള്ള ടെൻഷൻ, അമിതാഭ് ബച്ചന് ശാസ്ത്രനേകാറുള്ള ടെൻഷൻ, പുള്ളിക്ക് ഇതെല്ലാം കളഞ്ഞിട്ട് പോകാനുള്ള ടെൻഷൻ. അപ്പോൾ ടെൻഷൻ ഫ്രീ ആയിട്ട്